ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന ഇതിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു വിളക്ക് കത്തിക്കുന്നത്, നമ്മൾ പൂജാമുറി കത്തിക്കുന്ന വിളക്ക് എങ്ങനെയെന്നൊക്കെ. എനിക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പോയിൻ്റ് ഒന്ന് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അത് നമ്മൾ നല്ല രീതിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കടം കയറി മുടിയത്തേ ഉള്ളൂ. കടം ഒരുപാട് നമ്മളെ വന്നങ്ങ് മൂടും, നമുക്ക് ഒരു രക്ഷയില്ലാത്ത പോലെ ആകും. നമ്മൾ വിളക്ക് കത്തിക്കുന്ന വീടാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും പറയാറുണ്ട് കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ, വിളക്ക് കത്തിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ വിളക്ക് കത്തിക്കാറില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വിളക്ക് കത്തിക്കാതിരിക്കുകയേ ചെയ്യരുത്. വിളക്ക് കത്തിക്കുക. നമുക്ക് ഒരൊറ്റ മുറിയുള്ളതിലും അതിൻ്റെ ഒരു സൈഡ് നമ്മളൊരു കോണാക്കി എടുത്തതിന് ഒരു സൈഡിലോട്ട് നമ്മളൊന്ന് ഒതുക്കുക. അതും വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇതുണ്ട്, നമ്മുടെ വടക്ക് വശത്തോട്ടായിട്ട് നമ്മൾ വിളക്ക് എപ്പോഴും കത്തിക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണം കേട്ടോ. ഞാൻ ഈ വീട്ടിൽ ഞങ്ങൾ പൂജാമുറി വെക്കുന്നതിന് മുമ്പേ വിളക്ക് ഞങ്ങൾ വെച്ച്, പൂജാമുറി ഇല്ലാതെ തന്നെ ഞങ്ങൾ വിളക്ക് കത്തിച്ചിരുന്നു. തൊടുന്നതെല്ലാം കഷ്ടകാലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അതുപോലെ തിണ്ണെ ഞാൻ വിളക്ക് കത്തിച്ച് നോക്കി. വീടിനകത്ത് തന്നെ ഹോളിൽ തന്നെ പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ച് എവിടെ വെച്ചാലും നമുക്കൊരു ഉയർച്ചയില്ല. ഭയങ്കര ദുരിതങ്ങൾ മാത്രമാണ്. ഉണ്ടാക്കുന്ന പൈസ ഇതുവഴി പോകുന്നത് ഞങ്ങൾ പോലും അറിയുന്നില്ലായിരുന്നു. അങ്ങനെയായി വീണ്ടും ഇതിനെ അന്നേരമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു പൂജാമുറി മേടിച്ചു. പൂജാമുറി ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും പൂജാമുറിയായിട്ട്. അപ്പോൾ ഇപ്പം മേടിക്കാൻ കിട്ടുന്ന പൂജാമുറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒതുക്കി ഒരു സൈഡിലോട്ട് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ മേളത്തെ തട്ടിൽ നമുക്ക് വിളക്കും എല്ലാം കത്തിക്കും. അടിയിലത്തേനകത്ത് നമുക്ക് എണ്ണ, തുണി, കാര്യങ്ങൾ, നമുക്ക് പ്രാർത്ഥന പുസ്തകങ്ങൾ എല്ലാം, നമുക്ക് നാമം ചെല്ലുന്ന പുസ്തകങ്ങളും എല്ലാം നമുക്ക് വെക്കാനും കൂടെയുള്ള സൗകര്യത്തോടു കൂടിയും കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ വിളക്ക് മാത്രമായിട്ട് കത്തിക്കാനായിട്ട് ഉള്ള സൗകര്യത്തിനും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് മേടിച്ചത്. അപ്പം അങ്ങനെയുള്ളതാണ്. നമുക്ക് എല്ലാം ഒതുങ്ങിയിരുന്നുള്ളൂ. അവിടെ ഇവിടെ നമുക്ക് വലിച്ചു വാരി ഇടണ്ട, ആരും അതേ പോയി തൊടത്തില്ല, എടുക്കത്തില്ല. അങ്ങനെ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വിളക്ക് പൂജാമുറി മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെച്ചത് ദോഷമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അത് നമ്മൾ ഓരോന്നും വെക്കേണ്ട സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് തിരിച്ചടി വന്നുകൊണ്ടിരിക്കും. നമുക്കത് ചിലർക്ക് വിശ്വാസം ഇല്ലാത്തവരതൊരിക്കലും വിശ്വസിക്കുകയില്ല. അങ്ങ് പടുകുഴിയിലോട്ട് പോയതിന് ശേഷമേ അവർ വിശ്വസിക്കത്തുള്ളൂ. അവരന്നേരം പറയുന്നത് എന്താണെന്നറിയാം, ഇതിൻ്റെ കൊണ്ടൊന്നും അല്ല, അല്ലെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഓരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇതിലെല്ലാം ഓരോരോ സ്ഥാനങ്ങളും എല്ലാം ഉണ്ട്. നമ്മളതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ. പണ്ടൊക്കെ ഉള്ള കർണന്മാരൊക്കെ ഉണ്ടായിരുന്ന ഇതിൽ ഒരു റൂമായിട്ട് തന്നെ പൂജാമുറിക്ക്, അത് ഒരു ചാണകം മെഴുകിയ ഒരു വീടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരിയും വീടുകളിൽ കണ്ടിട്ടുണ്ട്. ചാണകം മെഴുകി ഓലപ്പര വീടാണെങ്കിലും ഒരു കൊച്ചു റൂം കാണും ഈ നാമം ചെല്ലാനും വിളക്കുകൾ കത്തിക്കാനും. അവിടോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. കർപ്പൂരത്തിൻ്റെയും ഈ ചന്ദനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അപ്പം നമ്മൾ അങ്ങനെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഓരോ കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പൂജാമുറിയിൽ എപ്പോഴും നമ്മൾ സാധാരണ വിളക്ക് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് ചുറ്റിനും തിരിയിട്ട് കത്തിക്കാൻ പറ്റുന്ന വിളക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഓരോ ഇങ്ങനെ ഈ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഓരോ സൈസ് ഷോ ഉള്ള സൈസ് വിളക്കൊക്കെ മേടിക്കാറുണ്ട്, ഒരു തിരിയിട്ട് കത്തിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക, ദോഷമാണ് നമുക്ക്. അത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കാണുമായിരിക്കും. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ തിരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മൾ ആ തിരി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മുക്കി വെച്ച് ഇങ്ങനെ തലയിലൊരു തൂരാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ തുണിയിലോട്ടങ്ങ് തൂക്കണം. അത് ഒരിക്കലും നമ്മുടെ കട ഒഴിയലെന്നാണ് പറയുന്നത്. നമ്മൾ കടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഭയങ്കര ദോഷമാണ് കാണിക്കുന്നത്. നമ്മളൊരു തുണി, ഒരു ചെറിയൊരു വെള്ളത്തുണി മാറ്റി, നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു തുണി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ എണ്ണ കയ്യെ പറ്റുന്നത് നമ്മളത് ആ തുണിയിലോട്ട് നമ്മൾ തുടച്ചേച്ച്, അത് ഇപ്പോൾ പൂജാമുറി പോലെ ഇങ്ങനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിൻ്റെ താഴെ ഒരു തട്ടുണ്ട്, അതിലോട്ട് ഒതുക്കി മാറ്റി വയ്ക്കുക. ഇല്ലേ പൂജാമുറിയുടെ വെളിയിലായിട്ട് മാറ്റി നമുക്ക് എപ്പോഴും ഇട്ട് ചവിട്ടി തേക്കാത്ത രീതിയിൽ ഒന്ന് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്.
അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ ഒരിക്കലും എണ്ണയ്ക്കകത്ത് കൈ മുക്കിച്ച് നമ്മുടെ തലയിൽ തൂക്കരുത്. പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേ വെളിച്ചെണ്ണയും കത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും വീടിന് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് എള്ളെണ്ണയാണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ചിലർ വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കുന്നത്, ചിലർ ഒറ്റ തിരിയിട്ട് കത്തിക്കും. അത് കഷ്ടകാലമേ വീട്ടിൽ വരത്തുള്ളൂ. ഒരു ഉയർച്ചയും നമുക്കുണ്ടാകത്തില്ലെന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും മാത്രമായിരിക്കും നമുക്ക് വീട്ടിലുണ്ടാകുന്നത്. ഒരിക്കലും ഒരു തിരിയിട്ട് നമ്മൾ കത്തിക്കുകയും ചെയ്യരുത്. 2 തിരിയിട്ട് വേണം കത്തിക്കാനായിട്ട്. ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും. അതുപോലെ തന്നെ നമ്മൾ 5 തിരിയിട്ട് കത്തിക്കുവാണെങ്കിലും നമ്മളൊന്ന് കിഴക്കോട്ട്, പിന്നൊന്ന് തെക്കോട്ട്, പിന്നൊന്ന് പടിഞ്ഞാറോട്ട്, പിന്നൊന്ന് വടക്കോട്ട്, പിന്നെ ഒരെണ്ണം കിഴക്ക് ഭാഗത്തായിട്ട് ഈശാനുകോണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കത്തിക്കാവുന്ന പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ ഈ വിളക്ക് കത്തിക്കുന്നതിനെ പറ്റി. എനിക്കിതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഒരു രീതിയിലേക്ക് വന്ന എടുത്തേക്ക് എനിക്ക് ഈ നമ്മൾ വിളക്ക് കത്തിയിരിക്കുന്നതിൻ്റെ ആ ഒരു രീതി പഠിക്കണമെന്ന് തോന്നി ഞാൻ പഠിച്ചെടുത്തതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മൾ വിളക്ക് കത്തിക്കാൻ ഏറ്റവും നല്ലത്. 5 തിരിയിട്ട് കത്തിക്കാം, 7 തിരിയിട്ട് കത്തിക്കാം. 2 തിരിയിട്ട് കത്തിക്കുന്നതാണ് ഉത്തമമാണ്. നമ്മുടെ വീട്ടിന് സർവ്വത ഐശ്വര്യങ്ങളുണ്ടാകും. 5 തിരിയിട്ട് കത്തിക്കുന്നത് അതിലേറെ ഉത്തമമാണ്. പിന്നെ വെച്ചാൽ 5 തിരിയിട്ട് അങ്ങനെ ആരും കത്തിക്കാറില്ല. എല്ലാവരും വൈകുന്നേരം ത്രിസന്ധ്യ സമയത്ത് 2 തിരിയിട്ടാണ് കൂടുതലും കത്തിക്കുന്നത്. പിന്നെ എന്നിലൊരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ 5 തിരിയിട്ട് കത്തിക്കുന്നത്. നിങ്ങൾ 5 തിരിയിട്ട് നിങ്ങൾക്ക് എന്നും കത്തിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കത്തിക്കുന്നതിന്. പക്ഷേ എല്ലാവരും ഒരിക്കലും ഒറ്റ തിരിയോ 3 തിരി ഒരിക്കലും ഇടരുതെന്നാണ് പറയുന്നത്. 3 തിരിയിട്ട് കത്തിച്ചാൽ നമ്മുടെ വീടിന് നാശമാണെന്നാണ് പറയുന്നത്. നമുക്ക് ദുരിതവും അപകടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. 4 തിരിയിട്ട് കത്തിച്ചാൽ നമുക്ക് ദുരിതങ്ങളാണെന്നാണ് പറയുന്നത്. ദുരിതങ്ങളാണ് വീട്ടിലെപ്പോഴും അങ്ങ് ദുരിതങ്ങളും രോഗങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും ഈ 4 തിരിയിട്ട് കത്തിച്ചാൽ. 2 തിരിയിട്ട് കത്തിച്ചാൽ ധനവരവ് നമുക്ക് ഒരുപാട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തുണ്ടോ, നമുക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ടോ, നമ്മുടെ ഒരു 3/4 പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ മാറിക്കിട്ടും. പൈസ ഇല്ലാത്തതാണ് ഒരു വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഈ 2 തിരിയിട്ട് കത്തിച്ചാൽ നല്ല ഐശ്വര്യം വേണമെന്നാണ് പറയുന്നത്. 5 തിരിയും 7 തിരിയും നല്ല ഇത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയമുണ്ട്. ചില സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം. ആ അസ്തമിച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു സൂര്യൻ്റെ പ്രകാശം ഉണ്ടല്ലോ, ആ സമയത്ത് വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ എന്നാണ് പറയുന്നത്. അത് മിക്കപ്പോഴും എനിക്കൊന്നൊരു 5:45 5:40 ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് നമുക്ക് ഇതായിട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വീടുകളിൽ വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവരും പറയും 6:30 വിളക്ക് അണയ്ക്കില്ല. പക്ഷേ 6:30 നമുക്ക് 6:30 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് അണയ്ക്കാം. പക്ഷേ 6:30 കഴിഞ്ഞ് വിളക്കണച്ചില്ലെങ്കിലും ദോഷമൊന്നുമില്ലെന്നാണ് പറയുന്നത്. അത് 9 മണി വരെ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിയിരുന്നാലും, കാര്യം പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുന്നവരൊക്കെ നാമം ചെല്ലുന്നൊക്കെ ഉണ്ടായിരിക്കും വന്നു കഴിഞ്ഞ്. അപ്പോൾ വിളക്കണച്ച് കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവിടെ നിന്ന് നാമം ചെല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് നമുക്ക് നാമം ചെല്ലാൻ 9 മണി വരെയാണെങ്കിൽ നമുക്ക് കത്തിച്ച് വെക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ വിളക്ക് കത്തിക്കുന്ന നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കത്തിച്ചിരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വീടിൻ്റെ വാതിൽക്കൽ ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും നിരത്തിയിടരുത്. എപ്പോഴും നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കുക. നമുക്ക് ലക്ഷ്മി ദേവി കയറി വരുന്ന സമയമാണ്. ആ സമയത്ത് ചെരുപ്പും അല്ലെങ്കിൽ ചൂല ഒക്കെ കൊണ്ടേ വാതിക്കലൊന്നും ഇട്ടേക്കരുത്. മുഷിഞ്ഞ തുണി കൊണ്ടിട്ടേക്കൽ അങ്ങനെയൊന്നും ഇടാതെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ സമയത്ത് അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെയല്ല, എപ്പോഴും വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് ചൂലിടുന്നത് ഐശ്വര്യക്കേട് തന്നെയാണ്. മുഷിഞ്ഞ തുണി ഇടുന്നതും ഐശ്വര്യക്കേട്. വീടിൻ്റെ വാതിൽക്കൽ ചെരുപ്പ് ഊരിയിടാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ കയറി വരുമ്പോൾ വാതിൽക്കൽ നമ്മൾ ചെരുപ്പ് ഊരിട്ടേച്ച് കയറിയാൽ ആ നെഗറ്റീവ് എല്ലാം കൂടെ നമ്മുടെ പെരയ്ക്കകത്തോട്ട് കയറുമെന്നാണ് പറയുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ പലയിടത്തൂടെ ചവിട്ടി നടക്കുന്ന ചെരുപ്പാണ്. അതിലുള്ള ആ നെഗറ്റീവും അതെല്ലാം കൂടെ നമ്മുടെ പെരയ്ക്കകത്തോട്ടാണ് ആ കയറി വരുന്നത്. അതുകൊണ്ട് ചെരുപ്പ് എപ്പോഴും നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഊരി മാറ്റിയിടാവണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ അറിയാവുന്നവർ കാണും കേട്ടോ. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം നമുക്ക് ഇപ്പോൾ ഉള്ള വീട്ടമ്മമാരൊക്കെ ഒരുപെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. പിന്നെ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുമ്പം ഒരിക്കലും വെറും തറയിലോട്ട് വിളക്ക് വെച്ച് കത്തിക്കരുത്. ഒന്നെങ്കിൽ തട്ടം വെച്ചോ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പലകയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ വിളക്ക് കത്തിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. വെറും നിലത്തോട്ട് നമ്മൾ വിളക്ക് വെച്ച് ഒരിക്കലും കത്തിക്കരുത്. ഭയങ്കര ദോഷമാണ്. അത് നമ്മുടെ വീടിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരിതാണ് കിട്ടുന്നത്. അതും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് ഒരു ചിരാതിലോ അല്ലെങ്കിൽ ചെറിയ സൈസ് നമുക്കിങ്ങനെ പിടിക്കാൻ കിട്ടുന്ന സൈസ് വിളക്ക് കിട്ടും, അതിലോ നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകിച്ച്, പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദിവസവും നെയ്യ് മേടിച്ച് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒന്നും കത്തിക്കാൻ പറ്റുന്നവർക്ക് കത്തിക്കാം, അങ്ങനെ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. കാര്യം നെയ്യുടെ വിലയും കാര്യങ്ങളൊക്കെ വെച്ചാൽ അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള ദിവസങ്ങളൊന്നും നമുക്ക് ഐശ്വര്യം വേണ്ടതെന്ന് ചോദിക്കായിരിക്കും. അങ്ങനെയല്ല, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ നെയ്വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ കത്തിക്കും. പിന്നെ വിശേഷ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ നെയ്വിളക്ക് അങ്ങനെ കത്തിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ നിലവിളക്ക് നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മൾ തീപ്പെട്ടി ഉരച്ച് നേരിട്ട് കത്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. തീപ്പെട്ടി ഉരച്ച് നേരിട്ട് കത്തിക്കുന്നത് നമ്മൾ ഒരു ചിരാതോ, അല്ലെങ്കിൽ ചിരാതൊക്കെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ട്. ചിരാതിനകത്ത് നമ്മൾ ഈ വിളക്കിനകത്ത് തന്നെ ഒരു എണ്ണ തിരി മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ചിരാതിനകത്ത് എണ്ണ ഒഴിക്കണമെന്നില്ല, ചിരാതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ അത് കൈ പിടിച്ചാണെങ്കിലും നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ്. ആദ്യം കിഴക്ക് കത്തിക്കുക, അങ്ങനെയാണ് കത്തിക്കേണ്ടത്. അപ്പം കിഴക്ക് വശത്താണ് ആദ്യം കത്തിക്കണം. അങ്ങനെ നമുക്ക് കത്തിക്കുക, എന്നിട്ട് പടിഞ്ഞാറ് കത്തിക്കുക. അങ്ങനെയാണ് നമുക്ക് കത്തിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും തീപ്പെട്ടി വെച്ച് കത്തിക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്ന നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളക്കിനകത്ത് തിരി ഇട്ടതിന് ശേഷം ഒരിക്കലും എണ്ണ ഒഴിക്കരുത്. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷമേ തിരി ഇടാവുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ മറ്റു വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ച് കണ്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ വിളക്ക് കത്തിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ മിക്കവരും വീടിൻ്റെ വെളിയിലായിരിക്കും വെള്ളം എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. വീടിൻ്റെ വെളിയിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുക്കളയിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഇടുന്നത് അവിടുത്തെ ഹോളി സ്പേസിനും ഇതൊക്കെയാണ്, അവിടെ നമ്മൾ വെള്ളം എടുക്കാതിരിക്കുക. കാര്യം നമ്മൾ ഈ മീനും ഇതൊക്കെ കൂട്ടിച്ച് അവിടെയാണ് കൈ കഴുകുന്നത്. അവിടെ നിന്ന് എടുക്കാതെ മുറ്റത്തുനിന്ന് എപ്പോഴും വെളി പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുക. മുറ്റത്ത് വാതിക്കലൊക്കെ പൈപ്പ് കാണുമല്ലോ, അവിടെ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് ശുദ്ധമായ വെള്ളം കോരിയെടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയല്ലാതെ അകത്തും തന്നെ വെള്ളം എടുക്കുക. ഇപ്പം നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പം അടുത്ത വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് ചിലപ്പോൾ നമ്മൾ കാണും. അങ്ങനെ കാണുന്നത് നമുക്ക് നല്ലതല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ കുളി കഴിഞ്ഞേച്ച് വന്ന് വിളക്ക് കത്തിക്കുമല്ലോ, കുളി കഴിഞ്ഞേച്ച് അന്നേരെ നമ്മൾ വന്ന് വിളക്ക് കത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടിയെ നമ്മളിങ്ങനെ തോർത്തുകൊണ്ട് കെട്ടിവെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മളത് മുടി തോർത്തി, മുടി ആ ടവല് നമ്മൾ തലേന്ന് അഴിച്ച് അത് തോർത്തിയതിന് ശേഷം മുടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം വേണം വിളക്ക് കത്തിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ തോർത്തെടുത്ത് നമ്മുടെ തലമുടി കെട്ടി വെക്കുന്നതിനൊന്നും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ തല തോർത്ത് കെട്ടി വെച്ചുകൊണ്ടൊന്ന് വിളക്ക് കത്തിക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ അത് ദോഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെയും ചെയ്യരുതെന്നാണ് പറയുന്നത്. തിരി കത്തിക്കുമ്പം ചിലർ പറയാറുണ്ട്, നമ്മൾ 2 തിരി ഇങ്ങനെ ചേർത്തിട്ട് കൂപ്പുകൈ മാതിരി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരിയിട്ട്, അപ്പോൾ ചിലർ പറയാറുണ്ട് അത് 4 തിരിയായിട്ട് വരുന്നു. ചിലർ പറയാം, പക്ഷേ അത് ഒരു നാളമാണ് 2 തിരി എന്ന് പറഞ്ഞാലും ചിലർ പറയും അത് ദോഷമാണ്, പ്രശ്നങ്ങളാണ്, വീട്ടിൽ വഴക്കും കലഹവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു അത് ഉത്തമമാണെന്ന്. അതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ വിശദമായിട്ട്. 2 രീതിക്ക് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ രീതിക്ക് വിളക്ക് കത്തിക്കാറില്ല. ഞാൻ ഒറ്റ തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. കിഴക്കോട്ട് ഒരു തിരി, പടിഞ്ഞാറോട്ട് ഒരു തിരിയിട്ട് മാത്രമാണ് കത്തിക്കുന്നത്. അപ്പം ചിലരിങ്ങനെ കൂപ്പുകൈ മാതിരി ഇങ്ങനെ വെച്ച് കത്തിക്കാറുണ്ട്. അത് നല്ലതെന്നും പറയുന്നുണ്ട്, ചീത്തയെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ അത് എന്നതാണേലും അത് ഒറ്റ നാളമായിട്ടേ നമുക്കത് കൂട്ടാൻ പറ്റത്തുള്ളൂ. 4 തിരിയായിട്ട് നമുക്കത് കൂട്ടാൻ പറ്റത്തില്ല. ഒറ്റ തീനാളമായിട്ടാണ് വരുന്നത്. 2 തിരി ചേർന്നിരിക്കുന്നതേ ഉള്ളൂ. ഒറ്റ തീനാളമായിട്ടാണ് വരുന്നത്. അത് അങ്ങനെ അത് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അങ്ങോട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് ഒത്തിരി മിക്കയിടത്തും പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാതെ ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്തുകൊണ്ട് ഞാനത് ചെയ്യാറില്ല കേട്ടോ. പിന്നെയുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിളക്ക് കത്തിച്ചതിന് ശേഷം മിക്കവരും കാണിക്കുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പണ്ടൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലരൊക്കെ കാണിക്കുന്നത് എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഈ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്ത് നാമം ചെല്ലേണ്ട സമയമാണ്. ആ സമയത്ത് എന്നാടിക്കുന്നത്, അന്നേരമായിരിക്കും അടുക്കളയിലെ പണികളങ്ങ് കൂടുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവരെന്നാന്ന് പറയുക, ഈ അരകല്ലും പിള്ളയെ വെച്ച് എന്നതിലൊക്കെ കുത്തി ഇങ്ങനെ കിടക്കിടാന്ന് സൗണ്ട് കേൾപ്പിക്കും. അത് പണ്ടുള്ളവർ പറയും അയലോക്കംകാർക്ക് ദോഷമാണ്. പക്ഷെ അത് വെറുതെ കേട്ടോ, അയലോക്കംകാർക്കൊന്നുമല്ല ദോഷം. നമ്മുടെ വീട്ടിൽ തന്നെയാണ് അതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. വേറെ അയലോക്കത്തോ ഒന്നുമല്ല. അങ്ങനെ കാണിക്കുന്ന കുറേ പേരുണ്ട്. അത് മറ്റുള്ളവർക്ക് ദോഷം വരാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കി അറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ അതിൻ്റെ ദോഷങ്ങൾ വരത്തുള്ളൂ. ആ സമയത്തൊക്കെ മറ്റുള്ളവരൊക്കെ നാമം ചെല്ലുമ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഈ സൗണ്ടുകളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്.
അത് ചെയ്യുന്ന നമ്മുടെ വീടിന് തന്നെയാണ് അത് ദോഷം വരുന്നത്. സന്ധ്യ സമയത്ത് അതുപോലെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട്, മറ്റു വീടുകളിൽ വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു തൂത്തുവാരലും ഒരു തീയിടിയിലും ഉണ്ട്. അതും ദോഷമാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടത് അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി ദോഷം ചെയ്യുന്ന എല്ലാം നമുക്ക് തന്നെ, നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന പരിപാടി എല്ലാം നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത്. അത് മറ്റുള്ളവർക്കല്ല ദോഷമായിട്ട് വരുന്നത്, നമുക്ക് തന്നെ അതിൻ്റെ ദോഷമായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കുക. നമ്മൾ ശരിക്കും മനസ്സ് തുറന്ന് ദൈവത്തെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളക്കിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിളക്കിനകത്ത് തിരിക്കകത്ത് എണ്ണയ്ക്കകത്ത് കൈ മുക്കിയതിന് ശേഷം നമ്മുടെ തലയിലോ തുണിയിലോ തൂക്കുന്ന നമ്മുടെ കടങ്ങൾ ഒരിക്കലും മാറത്തില്ല. നമുക്കത് കഷ്ടകാലത്തിലേക്ക് പോകത്തേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം ആരും ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കത് മാറ്റാണ്ട് നിങ്ങളത് ഓർക്കുക, വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളത് ഓർത്തിരുന്ന് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് ഇത്രയും നാളും ചെയ്ത് ശീലിച്ചവർക്ക് അത് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും മാറ്റാനായിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ഒരാളല്ല, ഒരുപാട് പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, അത് ദോഷമാണെന്നുള്ള കാര്യം. അങ്ങനെ ഒരിക്കലും വിളക്ക് കത്തിക്കുന്ന ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് കൈയിട്ടച്ച തിരിയെ പിഴിഞ്ഞച്ച തലയിലോട്ട് തൂക്കരുത് എന്ന് പറയുന്നത് ദോഷമാണെന്ന് തന്നെയാണ്. അതൊരു തുണിയിലോ ഒരു കുഞ്ഞിച്ചിരി തുണിയെടുത്ത് മാറ്റി വെച്ചാൽ മതി. നമ്മൾ അതിലോട്ട് കൈ അങ്ങ് തുടച്ച് അത് നമുക്ക് കുറേ ദിവസത്തേക്ക് അത് മുഷിയുന്നേരം വരെ മുഷിച്ച് എണ്ണ അതേ മൊത്തം ആകുന്നേരം വരെ നമുക്ക് അത് ആ തുണിയെ കൈ ഇങ്ങനെ തുടച്ച് കൊടുത്ത് ഒരു ഇച്ചിരിയിലേ വരലേ പറ്റുള്ളൂ. അത് ആ തുണിയിലോട്ടങ്ങ് തൂത്താൽ മതിയല്ലോ. ഉടുപ്പയിലും ഒന്നും തൂക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടും കൂടെ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.